എന്താ അത്ര ദേഷ്യം? എവിടുന്നാ വരണേ? ആ ഗീതയുടെ പെരുമാറ്റം അത്ര ശരിയല്ല. എന്തു പറ്റി? അവളുടെ പ്രസവം കഴിയുന്നത് വരെ സാരി ഉടുക്കരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നതാ. സാരി ഉടുത്തവള് നടക്കുമ്പോ വയറ്റിലുള്ള കുഞ്ഞിന് ശ്വാസം കിട്ടാതെ പോയാലോ? ഒരു പക്ഷെ അവക്ക് ആ വിവരം അറിയാഞ്ഞിട്ടായിരിക്കും. ഞാൻ പറഞ്ഞിരുന്നതാ, ആ സാരി ഞാൻ വാങ്ങിക്കൊടുത്തതല്ല. ആ ബെന്നി അവിടെ വന്നു പോകുന്നുണ്ടോന്ന് എനിക്കൊരു സംശയമുണ്ട്. ആവശ്യമില്ലാത്ത കാര്യമൊക്കെ പറഞ്ഞ് അവളുടെ മനസ്സ് വിഷമിപ്പിക്കരുത്. പിറക്കാൻ പോകുന്ന കുഞ്ഞിനെ അത് ബാധിക്കും. അശ്വിനെ ഉദ്ദേശിച്ചാ ഞാൻ എല്ലാം സഹിച്ചു പോകുന്നത്. ഇക്കണക്കിന് അവൾ വന്നു കഴിഞ്ഞാൽ നീ എന്നെ കൂടെ മറന്നു കളയെന്ന് തോന്നുന്നല്ലോ. നിങ്ങൾ അച്ഛനാകാൻ പോകുന്നു, ഇനി കഴിഞ്ഞതൊന്നും ഓർത്തോണ്ടിരിക്കരുത്. മോളെ കാണാൻ ആരോ വന്നേക്കുന്നു. ആരാ? പേര് ബെന്നി എന്നാ, പക്ഷെ മോൻ കാണുമ്പോ ഒരു പന്നിയുടെ ലക്ഷണം. ബെന്നി, നീ ഇവിടെ? എന്റെ അടുത്ത് സംസാരിക്കാൻ പോലും നിനക്ക് സമയമില്ല അല്ലേ? ബെന്നി, നീ സംസാരിക്കുന്നൊന്നും ശരിയല്ല. നീ ചെയ്യുന്നത് മാത്രം ശരിയാണോ? മര്യാദയ്ക്ക് എന്നോട് പറയാ, പുറത്തു പോടാ. നീ മിണ്ടാതിരിക്കടാ. എനിക്ക് അർജന്റായിട്ട് കുറച്ച് പൈസ വേണം. എന്നോട് എവിടുന്ന പൈസ? അതൊന്നും എനിക്കറിയില്ല. എനിക്ക് 5000 രൂപ വേണം. എന്റെ കയ്യിൽ പൈസ ഒന്നുമില്ല. പൈസ കൊണ്ടുവരാം. പറഞ്ഞാ പോരെ? എടാ, ഇത് ആ കക്ഷിയാണല്ലോ. നിനക്കെങ്ങനെ അറിയാം? അയാളെ ഞാൻ സിനിമാ തിയേറ്ററിൽ വെച്ച് കണ്ടതാ. അപ്പൊ ഇതിവിടെ രണ്ടാമത്തെ ഭാര്യയായിരിക്കും. അതാ പെണ്ണുങ്ങളോട് തന്നെ ചോദിക്കാം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇത്രയും നാളായിട്ട് ഞാൻ അവനെ കണ്ടിട്ടേ ഇല്ല. ഞാൻ അവനെ കണ്ടിട്ട് ഏകദേശം 2 ആഴ്ചയായി. അദ്ദേഹത്തെ കണ്ടിട്ട് 2 ആഴ്ചയായി പറയുന്നു. ഈ സമയത്ത് ഇങ്ങോട്ട് വന്നിരിക്കുന്നു. ഓഫീസിൽ ചെന്ന് നോക്കായിരുന്നില്ലേ? അവിടെയും ഞാൻ പോയി നോക്കിയല്ലോ. ഓഫീസിൽ പോയപ്പോ അവൻ പണിത്തിരക്കിലാണെന്നാ പറഞ്ഞത്. അവൻ പറയുന്ന ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ തോന്നാനുള്ള കാരണം എന്താ? അതിന് കാരണമുണ്ടെന്നേ എനിക്ക് അവനെ സംശയമുണ്ട്. പറയുന്നത് കേട്ട് പരിഭ്രമിക്കണ്ട. ആ പെണ്ണുമായിട്ട് അവന് നല്ലൊരു കണക്ഷനുണ്ട്. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ അദ്ദേഹത്തെ കാണാൻ പോയപ്പോ എന്തെങ്കിലും ജോലി തിരക്കുണ്ടായിരുന്നിരിക്കും. അവൾ എവിടെയാണെന്ന് എനിക്കും ശോഭാന്റിക്കും മാത്രമേ അറിയൂ. അവരത് ആരോടും പറയേയില്ല. എനിക്കതിൽ വിശ്വാസമൊന്നുമില്ല. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായാലും മതി. ഏതായാലും സൂക്ഷിച്ച കൊള്ളാം. ഞാൻ വരട്ടെ. ഹലോ സാർ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. എന്താ എന്താ പറയാനുള്ളേ? നിങ്ങൾ ഭയങ്കര ഭാഗ്യവാനാ. നല്ലൊരു ഭാര്യ ഉള്ളപ്പം വേറൊരു സ്റ്റെപ്പിനെയും കൂടെ. അത് ചോദിക്കാൻ നീ ആരാ? ഞങ്ങളെ യൂത്ത് വിങ് മെമ്പേഴ്സാ. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട. അത് നല്ലതിനാവില്ല. അതിന് ഞങ്ങൾ വഴക്കിനൊന്നുമില്ല. നിങ്ങൾക്കും ആ പെണ്ണിനും എന്താണ് സംബന്ധം? പറഞ്ഞില്ലെങ്കിൽ പറഞ്ഞേ ആവണം. സൗകര്യമില്ല. പറയണ സാർ, പറഞ്ഞേ പറ്റൂ. റാസ്കൽ. സാറേ, നിങ്ങളാകണ പോയാലോ? മാഡം, TSF 144 വരുന്നത് നിങ്ങളുടെ ഭർത്താവാ? ഇവിടെ താമസിക്കുന്നവര് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഭാര്യയാണോ? എന്താ പ്രശ്നം ഉണ്ടാക്കാനാണോ? നിങ്ങളോട് പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് എന്ത് കാര്യം?
നിങ്ങളോട് പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ ഞങ്ങൾ നിങ്ങളുടെ ഭർത്താവും തമ്മില് ഇന്നലെ ഒരു ഉടക്കമുണ്ടായി. എന്റെടാ, നമുക്ക് വരുന്ന ഭാര്യയും ഈ മേഡത്തെ പോലെ ആയിരുന്നെങ്കിൽ. മൈൻഡ് യുവർ വേർഡ്സ്. എന്റെ അടുത്ത് കളിക്കാൻ വരണ്ട. പിന്നെ നടക്കുന്നത് വേറെയാ. ഏട്ടാ, ഇത് ഭയങ്കര സ്പീഡിലാണല്ലോ. പോത്തിന്റെ ചെവി വേദം ഓതിയിട്ട് എന്ത് കാര്യം? എന്താ ഇത്ര സമയമായത്? സമയത്തിന് വരേണ്ടവരൊക്കെ വരുന്നുണ്ടല്ലോ. പിന്നെ ഞാനിപ്പോ വന്നാലെന്താ? ഉസ്മാൻ ഇവിടെ. വിശപ്പ് കാരണം ഭക്ഷണം വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞയച്ചു. അതെന്താ? ഇവിടെ വരുന്നവരാരും വാങ്ങിച്ചോണ്ട് വരുന്നില്ലേ? ചേച്ചി എന്തൊക്കെയാ പറയണത്? എനിക്ക് നിന്റെ കെട്ടുകഥയൊന്നും കേൾക്കണ്ട. പറഞ്ഞ അനുസരിച്ചാ മതി. പറഞ്ഞ വാക്ക് പാലിക്കണം. അത് കാരണമല്ലേ ഞാൻ ഇവിടെ ഉള്ളത്. എന്റെ പണി തീർന്നതും കൊച്ചിനെ തന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് പോവും. വേദനിക്കുന്ന ചേച്ചി. പ്രസവത്തിന് മുൻപുള്ള ഫോൾസ് പെയിൻ ആയിരിക്കും. വെല്ലി ഒന്ന് എഴുന്നേറ്റ് നടന്നു നോക്ക്. മെല്ലെ. അയ്യോ, സൂക്ഷിച്ച്. എനിക്ക് നിന്നെ വിശ്വാസമുണ്ട്. ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് എന്നെ നീ വഞ്ചിക്കരുത്. ഞാനും ഒരു പെണ്ണില്ലേ ചേച്ചി. ഞാൻ ചേച്ചിനെ വഞ്ചിക്കില്ല. വാ, വന്ന് വല്ലതും കഴിക്ക്. ഡോക്ടർ, മിസ്സസ് ലീല വന്നിരിക്കുന്നു. വരാൻ പറയൂ. ഇത് വാങ്ങി കഴിക്കൂ. ആന്റി, നമ്മൾ വിചാരിച്ചതൊന്ന്, നടക്കുന്നതൊന്ന്. എന്താ ലീലേ? സതീഷ് ഗീത താമസിക്കുന്ന വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അത് നിന്നോട് ആര് പറഞ്ഞു? ആ ചുറ്റുപാടുള്ളവരെയൊക്കെ എനിക്കറിയാം. അവരാ പറഞ്ഞത്. സതീഷ് സംസ്കാരവും വിവേകവും ഉള്ള ആളാണ്. അദ്ദേഹം വെറുതെ ഗീതയെ കാണാൻ പോയിട്ടുണ്ടാവാം. അവൾ എന്തിനും തയ്യാറായവളാ. എന്തൊക്കെയോ തന്ത്രം പ്രയോഗിച്ച് പണത്തിനു വേണ്ടി സതീഷിനെ വലയിൽ വീഴ്ത്തിയതായിരിക്കും. ഏതെന്തായാലും ഈ കാര്യം നമുക്കറിയാമെന്ന് സതീഷിന് സംശയം ഉണ്ടാവാൻ പാടില്ല. പക്ഷേ അവരറിയാതെ തന്നെ അവരെ നമ്മൾ നിരീക്ഷിക്കണം. ആന്റി സതീഷിനെ വിളിച്ച് ഒന്ന് ഉപദേശിച്ചു നോക്കിയാലെന്താ? അങ്ങനെ ചോദിച്ചാൽ അദ്ദേഹത്തിനത് വിഷമാവും. എന്റെ അഭിപ്രായത്തിൽ ഗീത പ്രസവിക്കുന്നതുവരെ നമുക്കെന്തെങ്കിലും അറിഞ്ഞതായോ കണ്ടതായോ ഭാവിക്കാൻ പാടില്ല. ആന്റി പറയുന്നത് ശരിയാ. എന്നോടുള്ള ദേഷ്യം കൊണ്ട് അവള് കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്താലോ? ലീലേ, നീ ആവശ്യമില്ലാതെ വിഷമിക്കാതെ. ശരി ആന്റി, ഞാൻ വരട്ടെ.